അപ്പം ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ കുറവ് ഫീൽ ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവുമല്ലോ. നമുക്ക് മുറിയും അല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നേഹം കിട്ടാതെ വരുമ്പോഴൊക്കെ. അപ്പോൾ പലപ്പോഴും ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണയത്. അപ്പോൾ അങ്ങനെ ഒരു കുറവുകൾ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം ശരിക്കും ഞങ്ങൾ ഈ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ? കുറവ് വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കണം. നന്നായിട്ട് പ്രാർത്ഥിച്ച് കുറവുകളെ സദാ പരിഹരിക്കുന്നവനാണ് കർത്താവ്. അപ്പം ആ സദാ പരിഹരിക്കുന്നവൻ്റെ കരുത്തിൻ കീഴിൽ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം ലോകത്തുള്ള എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഒരു കുറവ് വന്നാൽ ആ കുറവിൻ്റെ ശൂന്യത ദൈവത്തിന് നികത്താൻ പറ്റും. ആ രീതിയിൽ ഒന്നത്. രണ്ടാമത്, ഈ കുറവ് അനുഭവിക്കാനുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കണം. എൻ്റെ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ ഇടപെടൽ കൊണ്ടോ ആണെങ്കിൽ ആ പെരുമാറ്റത്തെ ഞാൻ റീഓർഗനൈസ് ചെയ്യണം. ഏതാണോ കൂടുതൽ തൃപ്തി തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത്, ആ രീതിയിൽ പെരുമാറ്റത്തെ ഞാനൊന്ന് പുനർക്രമീകരിക്കുക എന്നുള്ളതാണ് ഇരിക്കുക. അതേസമയത്ത് സ്നേഹം പിടിച്ചു കിട്ടാൻ വേണ്ടി ഗോഷ്ഠികളൊന്നും കാണിക്കല്ലേ. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അകലുകയുള്ളൂ, അങ്ങനെ കാണിച്ചാൽ ഭാര്യയും അകലുകയുള്ളൂ. പണ്ട് ശ്രീനിവാസൻ്റെ പടം പോലെ മാസിക നോക്കി തമാശ വായിക്കുന്ന പണ്ടത്തെ ഇതുണ്ട്. ആ രീതിയിൽ ഒരിക്കലും സ്നേഹം കിട്ടുന്നതല്ല, ഒരു സ്പോണ്ടേനിയസ് മൂവ്മെൻ്റായിട്ട് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പം അതിന് ചേർന്ന വിധം നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ക്രമീകരിക്കുക ചെയ്യും. ശരിക്കും ഈ നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ പരാതി, അയ്യോ നമ്മളെ മനസ്സിലാക്കിയില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സ്നേഹിച്ചില്ല, അല്ലെ അങ്ങോട്ട് സ്നേഹിച്ച പോലെ സ്നേഹം ഇങ്ങോട്ട് കിട്ടിയില്ല. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരാണ്, ഇങ്ങനത്തെ പരാതികളൊക്കെ വരുമല്ലോ. പക്ഷെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരാൾക്കാകുമ്പം പരാതികളുടെ എണ്ണങ്ങൾ ഒരുപാട് കുറയില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു മോഡൽ പറയുന്നത് വ്യവസ്ഥകളില്ലാത്തൊരു സ്നേഹമാണ്. വ്യവസ്ഥ, മനുഷ്യന് ഒരുപാട് വ്യവസ്ഥകളുണ്ട് സ്നേഹത്തിന്. മഴയില്ലെങ്കിൽ ഞാൻ വരാം, വെയിലാണേ വരികയല്ല, പഠിച്ചാൽ ഞാൻ സമ്മാനം തരാം, പഠിച്ചില്ലേ തരികയല്ല, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാമെങ്കിൽ ഞാനും ചെയ്യാം. നമ്മൾ വ്യവസ്ഥകൾ വെച്ച് സ്നേഹിക്കുന്നവരും വ്യവസ്ഥകൾ വെച്ച് കാര്യങ്ങൾ നടത്തുന്നവരുമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആ വ്യവസ്ഥയില്ല. അതാണ് ലൂക്കാ 15:20. ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ അടുക്കി. ദൂർത്തപുത്രൻ വന്നവൻ പിതാവ് അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. വന്നത് പന്നിക്കുഴിയിൽ നിന്നാണ്. അപ്പം ഞാനാണ് ദൂർത്തപുത്രൻ്റെ അപ്പനൊരു പിയേഴ്സിന് സോപ്പ് കൊടുക്കും, അവനെ നാറുന്നു, കുളിച്ചിട്ട് വാ, ഉമ്മ തരാം. ഇത് ചെളിയോടും ചേറോടും കൂടി മുത്ത വിട്ടു. ഇതുപോലായിരിക്കും ഒരു ഭർത്താവിനെ ദൈവം തരുന്നത്. സകല കുറവുകളും സകല പോരായ്മയുള്ള ദൂർത്തപുത്രനെ പോലെ. അവിടെ പിതാവിനെ പോലെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം കൊണ്ട് അവനിലേക്ക് ഭാര്യ എത്തണം. ഒരുപക്ഷെ ഭാര്യ അങ്ങനെ ആയിരിക്കാം. ഇപ്പം വ്യവസ്ഥയില്ലാത്ത സ്നേഹം കൊണ്ട് അവനിലേക്ക് എത്തണം. എന്നിട്ട് ഓർക്കണം, ദൈവം എനിക്ക് തന്നതാണ് ഏറ്റവും വിലപ്പെട്ടവള. ആ രീതിയിൽ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ പഠിച്ചു കഴിയുമ്പം കുടുംബം സ്വർഗമാവും. ഞാൻ ഓർക്കും, ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ നടക്കുകയില്ല ചിലർക്ക്. അപ്പോൾ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയല്ലേ? അതായത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ പൗലോസ്ലീഹ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്നും പരാതി പറയരുതെന്നും എങ്ങനെയൊക്കെ ചെയ്താൽ ഉൾക്കൊള്ളണമെന്നും ഒക്കെ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സത്യത്തിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യവസ്ഥ വെക്കാതെ സ്നേഹിച്ചാൽ മതി. ഇപ്പം എന്നോടിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യാം. ചില ദമ്പതിമാർ ഈ മാസത്തെ കറണ്ട് ബില്ല് ഞാനാണ് അടച്ചത്, അടുത്ത മാസത്തെ തൻ്റെ ശമ്പളത്തിൽ നിന്നാണ്. ആ വ്യവസ്ഥ വെക്കാൻ പറ്റുകയല്ല. ഇന്ന് ഞാൻ ആ കൊച്ചിനെ കുളിപ്പിച്ചത്, നാളെ താന. ഇന്ന് ഞാൻ കുക്കിങ് നടത്തി, നാളെ ഇങ്ങനെ ചെയ്തോളാം. അങ്ങനെ വെച്ച് പോയാൽ കേരളീയ പശ്ചാത്തലത്തിൽ വിജയിക്കത്തില്ല. വിദേശങ്ങളിലാണെങ്കിൽ പറ്റും. ഇപ്പം ഓരോ പരിപാടി, ഒരു അമേരിക്ക ജോലിക്ക് പോയി, അവർ വെച്ച് നീ ഇപ്പം എവിടെയാണ്? അതായത് ഞാൻ വാഷിങ്ടൺ. നോക്കുമ്പോഴത്തേക്ക് അലക്കിയ നിൽക്കുകയാണ്. വാഷിങ്ടൺ അത് ഞാൻ നിൽക്കുന്നവനാണ്, അവൻ അലക്കിയേ പറ്റുള്ളൂ. എൻ്റെ പണി തന്നെ. അവൻ പറയുന്നു മൈക്രോവേവ് ഓപ്പറേറ്റർ. കാരണം ഭക്ഷണം ചൂടാക്കി കഴിക്കണം, അവൻ തന്നെ കഴിക്കണം. ഇവിടെ അന്തരീക്ഷം പറ്റിയല്ല. ഇവിടുത്തെ നമ്മുടെ ഒരു ഭാരതീയ പശ്ചാത്തലത്തിൽ ഒരാളത് ചെയ്യുന്നു, ഭാര്യയെ അടുക്കള പണിക്കാരിയെ പോലെ കണ്ട് ചെയ്യിപ്പിക്കരുത്. അവളുടെ ഒരു സ്പോണ്ടേനിയസ് മൂവ്മെൻ്റായിട്ട് അവൾ ചെയ്യണം. ആ രീതിയിൽ ഭർത്താവും ചെയ്യണം. അതൊരു പരസ്പരധാരണയിൽ പോകാമെന്നുള്ളതാണ്. ഈ വ്യവസ്ഥ വെക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരിക. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. അപ്പം ആ രീതിയിൽ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥ ഉണ്ടാകരുത്, ഭാര്യയുടെ സ്നേഹത്തിന് വ്യവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയും സ്നേഹിച്ച് പോകുമ്പം പിന്നെ കുറവൊന്നും തോന്നിയല്ല. എന്നാ കാണിച്ചാൽ ഈ മനുഷ്യൻ ഇങ്ങനെ
അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും. പിണക്കമില്ലാതെ തന്നെ ഇവരോട് എന്നാ പറഞ്ഞില്ല അവൾ അങ്ങനെ അവന് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാണ്ട് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പറഞ്ഞ് തള്ളിവിടുന്നതല്ല, ആ രീതിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് വളരും. അപ്പം അങ്ങനെ വളരണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ച് കൃപയുള്ള ഹൃദയം നമ്മൾ സ്വീകരിക്കണം. അപ്പം അതല്ലേ നമുക്കൊരു പരിഹാര വഴിയായിട്ട് പിന്നെ അതേ ഉള്ളൂ. ഞാൻ ഓർക്കുമായിരുന്നു, ശരിക്കും പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്നും ഇങ്ങനെ തോറ്റു കൊടുത്തുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ മനസ്സും എടുത്ത് ആകെ പാടെ അങ്ങ് ബോറാകുമല്ലോ ലൈഫ്. അപ്പോൾ ഇതിനോട് ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ ഇത് ഞാനിങ്ങനെയാണ് അല്ലെ ഇവളിങ്ങനെയാണ്, ഇതൊക്കെ ഞാനങ്ങ് ഉൾക്കൊണ്ടു എന്ന് പറയാനുള്ളൊരു വലിയ മനസ്സ് ശരിക്കും പ്രാർത്ഥനയിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അതൊരു ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴുമാണ്. അത് തമ്പുരാൻ്റെ ഒരു കൃപയാണ്. ഇത് മതി, ഇങ്ങനെ പറ്റുള്ളൂ, ഇത് മതി എന്ന് പറയാൻ പറ്റുന്നു. ഇപ്പം നമുക്ക് പ്രശ്നം വീണിട്ട് പോരാ, ഭർത്താവിന് കരുതൽ പോരാ, ഭാര്യയ്ക്ക് വൃത്തി പോരാ, കുഞ്ഞുങ്ങൾക്ക് സാമർഥ്യം പോരാ. ഈ പോരാ എന്ന് പറയുന്നിടത്തൊന്നും ബുദ്ധിമുട്ടാണ്. ഇത് മതി എന്ന് പറയാൻ പറ്റിയോ തീർന്നു. വലിയ കഴിവില്ലാത്ത ഭർത്താവ്, ഇയാളെ ദൈവം എനിക്ക് തന്നത്, ഇത് മതി. വലിയ മിടുക്കിയൊന്നുമല്ല ഭാര്യ, പക്ഷേ ഇത് മതി. അയൽവക്കത്തെ പിള്ളേരൊക്കെ മിടുക്കരാ, ഈ വീട്ടിൽ വലിയ കഴിവൊന്നുമില്ല, പക്ഷെ ഇത് മതി. വീടിൻ്റെ മുഴുപ്പേ ഉള്ളൂ, ഇത് മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് മറിയമാണ്. പശുശാലയിൽ പറഞ്ഞു, ഈ ഗോമൂത്രം, ഈ വൈക്കോൽ, ഈ ചാണകം, ഈ പുല്ല് എനിക്കും എൻ്റെ മോനും ഇത് മതി. വേണമെങ്കിൽ ഗബ്രിയേൽ മാലാഖയോട് പറയാമല്ലോ, ഒരു IST കോൾ വിളിച്ച് സത്രം മാനേജരോട് പറ, അകത്തുള്ളൊരു ഔട്ടായിട്ട് മറിയത്തെ അഡ്മിറ്റ് ചെയ്യുക. ഒന്നുമില്ല, നമുക്കിത് മതി. അങ്ങനെ മതിയെന്ന് അമ്മ പറഞ്ഞപ്പോൾ മോനും പറഞ്ഞു, ഇത് മതി. പുകഞ്ഞ തിരി അതുപോലെ ഇരിക്കട്ടെ, ഞാനായിട്ട് കെടുത്തുകയല്ല. വളഞ്ഞ ഞാങ്ങണ ചതഞ്ഞ ഞാങ്ങണ അതുപോലെ ഇരിക്കട്ടെ, ഞാനായിട്ട് ഒടിക്കുകയല്ല. സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യമാണെന്ന് മാറി. അപ്പം ഇത് ജീവിതത്തിലാണേലും ഒരു സമ്മർദ്ദമില്ലാത്ത സ്നേഹം. നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ പറ്റിയല്ലോ. ജീവിച്ചു കൊടുക്കുക, അത് കണ്ട് മനസ്സ് മാറി സ്നേഹിക്കുക. അതിന് ഒരു ഭാഗത്തുനിന്ന് വ്യവസ്ഥയില്ലാത്തൊരു സ്നേഹം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുക്കുമ്പം ഇത് നേടാനായിട്ടും പറ്റും.